ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലം കിഫ്ബിയിലൂടെ വികസനത്തിന്റെ പടവുകൾ താണ്ടുകയാണ്. വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയിലൂടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രം അനുവദിച്ചത് 650 കോടിയോളം രൂപയാണ്. പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, ആശുപത്രി, കുടിവെള്ള പദ്ധതി തുടങ്ങി അമ്പലപ്പുഴ മണ്ഡലത്തിലെ സമസ്ത മേഖലകളിലെ വികസനങ്ങൾക്കും കിഫ്ബിയുടെ കയ്യൊപ്പുണ്ട്. കിഫ്ബി മുഖാന്തരം 650 കോടിയോളം രൂപയുടെ വികസന പദ്ധതികളാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടന്നത്. നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കിഫ്ബി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ഏതാണ്ട് 650 കോടിക്ക് മുകളിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഭാഗമായ മാത്രം പ്രൊജക്റ്റുകൾ ഏതാണ്ട് പൂർത്തിയായത് ഉണ്ട്. ഇനി തുടങ്ങാനുള്ള കൈനഗിരി പഞ്ചായത്തിലേക്കുള്ള ആലപ്പുഴ ടൗണിൽ നിന്ന് കൈനഗിരിയിലേക്ക് പോകുന്ന ഔട്ട് പോസ്റ്റ് പാലം, അതിൻ്റെ കൂടി നിർമ്മാണം ആരംഭിക്കാനുണ്ട്. അതുകൂടെ വന്നാൽ ഏതാണ്ട് 700 കോടിയോളം വരും മൊത്തത്തിൽ. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ വികസന മേഖലകളിലും കിഫ്ബിയുടെ ഒരു കയ്യൊപ്പുണ്ടായി എന്നുള്ളതാണ് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയ സ്ഥാനം പോലെ തന്നെ അമ്പലപ്പുഴയ്ക്കും അതിൻ്റെതായ സ്ഥാനം കിഫ്ബി വഴി ലഭ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കിഫ്ബി വികസനങ്ങളുടെ കണക്കെടുപ്പിൽ പ്രധാനിയാണ് നാലുചിറ പാലം. 60.73 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചപ്പോൾ നാലുചിറയിൽ യാഥാർത്ഥ്യമായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ് കേബിൾ പാലമാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് സഹായകരമാകുന്ന പാലത്തിന് 458 മീറ്റർ നീളവും 10.5 മീറ്റർ വീതിയുമുണ്ട്. പാലം യാഥാർത്ഥ്യമായതോടെ കടത്തിനെ മാത്രം ആശ്രയിച്ചിരുന്ന നാലുചിറ, ഇല്ലിച്ചിറ നിവാസികളുടെ സ്വപ്നങ്ങൾക്കാണ് കിഫ്ബിയിലൂടെ ചിറകുമുളച്ചത്. ശരിക്കും ഞങ്ങളുടെ ഈ പ്രദേശം തന്നെ ഇത് നാലുചിറ എന്ന രൂപത്തിൽ പൊതുവെ പുറമെ അറിയപ്പെടാൻ തുടങ്ങിയത് ഈ പാലം വന്നതിന് ശേഷമാണ്. പക്ഷിച്ചിറകിൻ്റെ മാതൃകയിലും ഈ കേബിൾ എക്സ്ട്രാ ഡോസ് പാലം എന്ന രൂപത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലം എന്ന രൂപത്തിലാണ് ഈ ഒരു പാലം വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാലത്തിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പോഴത്തേക്കും പല മേഖലകളായിട്ട് തിരിച്ച് പറയേണ്ടി വരും. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്താണെങ്കിൽ ഇത് ഈ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആറാണ് ഇത്, പുത്തനാർ എന്ന് പറയുന്നത്. ഇത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കുട്ടനാട് പ്രദേശത്തുള്ള ഒരു വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇതിലെ ഈ വെള്ളം വന്ന് പാസ് ചെയ്ത് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ വഴി പോകുന്ന ആറിൻ്റെ കുറുകെയാണ് ഈ പാലം വന്നിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമാണിത്. അപ്പം ആ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഭയങ്കരമായ ഒഴുക്ക്, അതിനെ അതിജീവിച്ചാണ് ഞങ്ങൾ അക്കരെ ഇക്കരെ കിടക്കുന്നത്. അപ്പം ആ ഒരു സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇപ്പം വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞ ഈ മഴ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ അക്കരെ ഇക്കരെ ഇറങ്ങാനായിട്ടൊക്കെ ഉള്ള അപകടങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെറിയ തോടുകളിലൂടെയൊക്കെ വള്ളത്തെ കൊണ്ടുവന്നിട്ട് അക്കരെ ഇറക്കി അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു 25 വർഷത്തെ കാലഘട്ടം, ഒരു 1/4 നൂറ്റാണ്ടിനപ്പുറം വരേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തോട്ടപ്പള്ളിയിലെ നാലുചിറ പാലം 60 കോടി 73 ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തു. അത് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലമാണ്. അത് പുഴയിൽ തൂണില്ല, കരയിലാണ് തൂണുള്ളത്. ആദ്യത്തെ ഒരു ഡിസൈനാണ് അങ്ങനെയുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ആരംഭിച്ചു. 38 കോടി കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് മാറ്റിവെച്ചു. ഈ ഗവൺമെൻറ് 22 കോടി കൂടി മാറ്റി. അങ്ങനെ 60 കോടി 73 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് തോട്ടപ്പള്ളി നാലുചിറ പാലം. അവിടെ നിന്ന് കരുമാടിയിലേക്കുള്ള ബൈപ്പാസ് 90 കോടിയുടെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിലേക്ക് ഈ റോഡിൻ്റെ ലിങ്ക് ചെന്ന് പറ്റുകയാണ്. ഈ റോഡിനെക്കുറിച്ച്, ഈ റോഡ് വരുന്നത് കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. കാർഷിക മേഖലയിൽ ഇന്ന് ഈ കഴിഞ്ഞ സീസൺ വരെ വള്ളത്തിന് ചുമട് കയറ്റി വിടുമ്പോൾ 95 രൂപയാണ് ഒരു കിൻഡലിന് നമ്മൾ കൊടുക്കേണ്ടത്. ഈ റോഡ് വന്നതോടെ ആ 95 രൂപ എന്നുള്ളത് ഒരു ഏക്കറിൽ 20 കിൻഡൽ നെല്ല് കിട്ടിയാൽ അത് എത്രയാണോ ആ തുക, അത് എക്കാലവും ഇനിയും ലോകമുള്ള കാലത്തോളം ഈ റോഡുള്ള കാലത്തോളം ആ തുകയിൽ നിന്ന്, ആ കൂലിച്ചെലവിൽ നിന്ന് ഏതാണ്ട് 2000-നടുത്ത് തുകയിൽ നിന്ന് കൃഷിക്കാരെ ഒഴിവാക്കി ഏറ്റവും ആദ്യത്തെ പ്രതിഫലം കൃഷിക്കാർക്ക് നൽകിയിരിക്കുകയാണ്. രണ്ടാമത് ഇവിടുത്തെ കൃഷികൾക്ക് 2 ലക്ഷത്തിൽ താഴെ
ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ റോഡ് വരുന്നതിന് മുമ്പ്. ഇന്ന് ഇതിൻ്റെ വില പറയാനൊക്കത്തില്ല. സിനിമകളിൽ പ്രധാന ലൊക്കേഷനായി നിറഞ്ഞു നിന്നിരുന്ന മുപ്പാലത്തിനെ നാൽപ്പാലമാക്കി കൂടുതൽ മനോഹരമാക്കിയതിൽ കിഫ്ബിയുടെ പങ്ക് 17.55 കോടി രൂപയാണ്. നാൽപ്പാലമായി മാറിയതോടെ പാലത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായി മാറി. മുപ്പാലം നാൽപ്പാലമായി മാറിയതാണ്. ഇന്നിപ്പോൾ ആലപ്പുഴയുടെ ഒരു ഐക്കണായിട്ട് നാൽപ്പാലം മാറിയിട്ടുണ്ട്. പഴയ മുപ്പാലം സിനിമകളിലും മറ്റും മലയാള സിനിമയിലും മറ്റ് അന്യഭാഷാ സിനിമയിലുമെല്ലാം പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു. നാൽപ്പാലമായപ്പോഴും വലിയ അട്രാക്ഷനോട് കൂടിയാണ് നിർമ്മിക്കപ്പെട്ടത്. 17.55 കോടി രൂപ മുടക്കിയിട്ടാണ് നാൽപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ കോടതി പാലത്തിന്റെ നവീകരണത്തിനായി 120 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട പദ്ധതി ആലപ്പുഴ ടൗണിലെ ജില്ലാ കോടതി പാലമാണ്. അമ്പലപ്പുഴ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ അതിർത്തിയിലാണ്. ആലപ്പുഴ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ 120 കോടി രൂപയാണ് ആ പാല നിർമ്മാണത്തിനായി ഇപ്പോൾ ഗവൺമെൻറ് അലോട്ട് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ആരംഭിച്ചു, ഇപ്പോൾ ആവിഷ്കരിച്ചു. ഈ സർക്കാരിൻ്റെ സമയത്ത് സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചു. ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു. 4 ദിക്കിലേക്കും ആകാശപാതയും അടിപ്പാതയും കൂടി ചേർത്തുള്ള മനോഹരമായ ഡിസൈനാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. 120 കോടിയാണ് ആ പദ്ധതിയുടെ ആകെ ചെലവ് വരുന്നത്. തീരദേശ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന ദുരിതമാണ് കടൽക്ഷോഭം. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ പുറക്കാട് മുതൽ പുന്നപ്ര വരെയുള്ള കടൽ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിനായി 121 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 121 കോടി രൂപയാണ് പുലിമുട്ട് നിർമ്മിക്കാൻ മണ്ഡലത്തിലേക്ക് അനുവദിക്കപ്പെട്ടത്. ഇപ്പോൾ 30 പുലിമുട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. 19 എണ്ണത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 49 പുലിമുട്ടാണ് കിഫ്ബി പൈസ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നത്. സാധാരണ പുലിമുട്ട് കടൽഭിത്തിയെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ കൂടി ചേർത്താണ് നിർമ്മിക്കേണ്ടത്. നിർഭാഗ്യവശാൽ സെൻട്രൽ ഗവൺമെൻറ് ഭാഗമായി ഒരു നയ പൈസ പോലും ലഭിച്ചിട്ടില്ല. പൂർണ്ണമായി കിഫ്ബി പൈസ ഉപയോഗിച്ചാണ് അമ്പലപ്പുഴയുടെ തീരത്ത് ഈ പുലിമുട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ സ്കൂളുകളുടെ നവീകരണത്തിനായി 8 കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി 73 കോടി രൂപയാണ് കിഫ്ബി ഷെയറായി അനുവദിച്ചത്. അതിലെ പറവൂർ സ്കൂള്, നീർക്കുന്നം SDB ഗവൺമെൻറ് UP സ്കൂള്, അമ്പലപ്പുഴ സ്കൂള് ഉൾപ്പെടെ നിരവധി സ്കൂളുകൾക്ക് കിഫ്ബിയുടെ പൈസ ലഭ്യമായി. പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ വേറെ ലഭ്യമായിട്ടുള്ളതുണ്ട്. 3,90,00,000 വീതമുള്ള ബിൽഡിംഗാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പറവൂർ സ്കൂളും നീർക്കുന്ന SDB UP സ്കൂളും. അപ്പോൾ മൊത്തത്തിൽ അതിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി 117 കോടി മുടക്കിയിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അവിടെ എക്യുപ്മെൻറ്റ്സും ഏറ്റവും ആധുനികമായ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. MRI സ്കാൻ, CT സ്കാന്, അൾട്രാസൗണ്ട്, ബ്രോങ്കോസ്കോപ്പി, മാമോഗ്രാം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രിയായിട്ട് അത് മാറ്റാൻ കഴിഞ്ഞത് കിഫ്ബിയുടെ ഭാഗമായി ലഭിച്ച സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അത് 173 കോടിയാണ് ആകെ ചെലവ്. അതിൽ സംസ്ഥാന ഷെയറായി വരുന്ന 73 കോടി രൂപ കിഫ്ബി പൈസ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ചു. അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ജില്ലയുടെ പ്രധാന തലവേദനയായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ വലിയ ഇടപെടലാണ് MLA H. സലാമിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വിവിധ പദ്ധതികളിലായി 210 കോടി രൂപ അനുവദിച്ച് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. മറ്റൊന്ന് ആലപ്പുഴയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള കുടിവെള്ള പദ്ധതിയാണ്. ആലപ്പുഴ അമ്പലപ്പുഴ ഭാഗത്തായി 360 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. അമ്പലപ്പുഴ മാത്രം കണക്കെടുത്താൽ 210 കോടിയോളം രൂപ കിഫ്ബിയുടെ കുടിവെള്ള പദ്ധതിക്കായി ചെലവഴിച്ചിട്ടുണ്ട്. ആലപ്പുഴ ടൗണിൽ 4 ടാങ്കുകൾ, കുടിവെള്ള ടാങ്കുകൾ ഇപ്പോൾ നിർമ്മിച്ചു. അത് 2 എണ്ണം കിഫ്ബിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കുടിവെള്ള ടാങ്കുകളാണ്. ഈ വിധത്തിൽ മണ്ഡലത്തിലെ വ്യത്യസ്തമായ വികസന മേഖലകളിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, തീരസംരക്ഷണം, കുടിവെള്ളം, അങ്ങനെ എല്ലാ നിലയ്ക്കുള്ള ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികളിലും നമുക്ക് കിഫ്ബിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഈ പ്രദേശത്തുള്ള ആദ്യത്തെ കിഫ്ബി പ്രോജക്റ്റ് അമ്പലപ്പുഴ തിരുവല്ല റോഡാണ്. അത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച റോഡാണ്. അങ്ങനെ എല്ലാ മേഖലയിലും നമുക്കൊരു വലിയ സഹായം, അതൊരു നാടിൻ്റെ വികസനത്തിൻ്റെ മുഖം നല്ലതുപോലെ മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് കിഫ്ബിയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നാനാ മേഖലകളിൽ വികസന മുന്നേറ്റം സാധ്യമാക്കുന്നതിൽ
നിസ്തുലമായ പങ്കാണ് 10 വർഷങ്ങൾക്കിടയിൽ കിഫ്ബി വഹിച്ചത്. അമൃത ന്യൂസ്, ആലപ്പുഴ.